ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് കിട്ടുക. നമ്മൾ ഇന്നലെ സജിനയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ. റസൂൽ പൂക്കുട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് സജിന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷനുമായിട്ട് സജിനയും വന്നിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സജിന തന്നെ ഓരോ വീഡിയോകളും ഓരോ പോസ്റ്റുകളും പങ്കുവെക്കും, അതിനുശേഷം വിവാദമാകുമ്പോഴത്തേക്ക് സജിന അത് ഡിലീറ്റ് ചെയ്ത് പോവുകയും ചെയ്യും, പിന്നെ കരഞ്ഞു മെഴുകി വരരുത് എന്നൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ സജിന കരഞ്ഞു മെഴുകി വന്നിട്ടുണ്ട് ഗൈസ്, വന്നിട്ടുണ്ട്. അപ്പം സജിനയുടെ വാദം നിങ്ങൾ കേൾക്കണോ? ഈ ഗർഭം എൻ്റെ അല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല, ഇത് ഞാനല്ല എന്നൊക്കെയുള്ള മെഴുകലുമായിട്ടാണ് സജിന വന്നിട്ടുള്ളത്. അപ്പം അത് സജിനയാണോ, അത് സജിനയുടെ ഗർഭമാണോ, സജിനയുടെ ആണോ എന്നൊക്കെ ഉള്ളൊരു ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോയിൽ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയും കൂടെ സജിന പറയുന്ന ബാക്കിയും കൂടെ കേൾക്കാം. ാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും. ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലുവാണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവൾ നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം എൻ്റെ പൊന്ന് സജിനയുടെ വിചാരം ഈ ലോകം മൊത്തം മണ്ടന്മാരാണ് എന്നാണോ? എല്ലാവരും മണ്ടന്മാരാണോ? സജിനയുടെ ഇൻസ്റ്റാഗ്രാമിൽ സജിന ഒരു പോസ്റ്റ് പങ്കുവെക്കുകയും അതിനുശേഷം അത് റിയാക്ഷൻ വീഡിയോ ചാനലുകാരെല്ലാം എടുത്ത് റിയാക്ട് ചെയ്തു. അപ്പോൾ സജിന വന്ന് പറയുന്നു അത് സജിന അറിഞ്ഞിട്ടില്ല, സജിനയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്താണത്രേ. എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. എന്ത് തരികിട വേണേലും കാണിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ, എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോയുമായിട്ട് വന്നാൽ എല്ലാം ക്ലിയർ ആയി അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഹാക്ക് ചെയ്തതാണോ, സജിനയുടെ അറിവോടാണോ ആ പോസ്റ്റ് വന്നേ, ആ പോസ്റ്റിലുള്ളത് സജിനയാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാം. ഇതിനകത്ത് വേറെ ആരെയോ കുറ്റം ചാരാനും കൂടി നമ്മുടെ സജിന ശ്രമിക്കുന്നുണ്ട്. കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലുമല്ല ഞാൻ. മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങേ അറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. അയ്യോ പാവം സജിന. നിങ്ങൾ ഈ സജിന പറയുന്ന വീഡിയോക്കകത്ത് സജിനയുടെ കൈ ഒന്ന് ശ്രദ്ധിക്കണേ, സജിനയുടെ കൈയും സജിനയുടെ കയ്യിലുള്ള മോതിരവും ഒന്ന് ശ്രദ്ധിക്കണേ, നമുക്ക് ആവശ്യമുണ്ട്. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ചുമ്മാ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് അത് വേണം, ജീവിക്കണമല്ലോ. ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇപ്പം പറയുന്നവരാണ് കുറ്റം. ഇവർ തന്നെ ഓരോന്ന് കാട്ടിക്കൂട്ടൽ നടത്തും. ആദ്യം ഫെറോസിനെതിരെ വീഡിയോയുമായിട്ട് വന്നത് സജിന, അതിനു മുന്നേ റസൂൽ പൂക്കുട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോസുമായിട്ട് വന്നത് സജിന. വിവാദം ഉണ്ടാക്കാനുള്ള കാരണം ഇട്ടുകൊടുത്തതും സജിന. ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ഇവരുടെ മുൻ ഭർത്താവ് ഫിറോസ് ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതുപോലെ കുറേ പറഞ്ഞിട്ട് ഇട്ട വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ട് അത് ഞാൻ അറിഞ്ഞില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല, എന്നെ തകർക്കരുതും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വന്ന് മെഴുകുകയാണ്. ഇപ്പോൾ കുറ്റം മൊത്തം വീഡിയോ ഇട്ടവർക്കായി, ഇതിനെതിരെ റിയാക്ട് ചെയ്തവർക്കായി ഇപ്പോൾ കുറ്റം മൊത്തം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ സജിനയുടെ അറിവോടുകൂടിയാണോ ആ ഒരു പോസ്റ്റ് വന്നത്, അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണോ എന്നൊക്കെ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ആരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരാണ്, ആരൊക്കെയാണ്. ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ ഫോൺ ഓഫായിപ്പോയി.
അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ എനിക്ക് കല്യാണം കഴിഞ്ഞാലോ അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. അല്ലാതെ ഞാനിത് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കില്ല ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വായായിട്ട് വന്ന് പറഞ്ഞോട്ടെ അമ്പ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ സത്യമാണ്, ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഹാക്ക് ചെയ്താൽ പെട്ടെന്നൊന്നും അക്കൗണ്ട് റിക്കവറി ചെയ്യാൻ പറ്റത്തില്ല. ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഈ അക്കൗണ്ട് റിക്കവറി ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല. വലിയ ആൾക്കാരുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കോടിക്കണക്കിന് വരുമാനമുള്ള പല അക്കൗണ്ടുകളും നല്ല രീതിയിൽ സെലിബ്രിറ്റികളായിട്ടുള്ളവരുടെ പല അക്കൗണ്ടുകളും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ അത് റിക്കവറി ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഹാക്ക് ചെയ്ത ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് ടൈം എടുക്കും. കുറഞ്ഞത് ഒരു 3 ദിവസമെങ്കിലും എടുക്കും എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത്രയും ഇപ്പം സജിനയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ സജിന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് റിക്കവറി ചെയ്തെടുക്കുന്നു, ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ഇട്ടത് വേറെ ആരോ ആണെന്നൊക്കെ പറയുന്നു. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഹാക്ക് ചെയ്ത ഒരാൾക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റ് കൊണ്ടിടേണ്ട കാര്യമില്ല. അജിനെയും റസൂൽ പൂക്കുട്ടിയും കരിവാരി തേക്കാനാണെങ്കിലും ഈ ഒരു പോസ്റ്റ് ഏതെങ്കിലും ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നിട്ടാലും മതി. ആരെങ്കിലും ഇനിയിപ്പം റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നവരുടെ പലരും കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർക്ക് ഇട്ട് കൊടുത്തിട്ടായാലും ഇത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് സജിനയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് വേണ്ട ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി അത് സജിനയുടെ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ ഒന്ന് നോക്കിക്കേ. ആ ഒരു ഫോട്ടോയിൽ കയ്യിൽ വെച്ചിരിക്കുന്ന ഫോൺ സജിനയുടെ തന്നെയാണ്. പിന്നെ കയ്യിലെ മോതിരം, നിങ്ങൾ ആ റിങ് ഒന്ന് നോക്കിക്കേ. ഈ ഫോട്ടോയിൽ കാണുന്ന കയ്യിൽ അതേ റിങ് തന്നെയാണ് ഇപ്പം സജിനയുടെ കയ്യിലുള്ളതും. അപ്പോൾ ഇതെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഫോട്ടോയും സജിനയുടെ തന്നെയാണ്. സജിനയുടെ അറിവില്ലാതെ ഒരാൾ ID ഹാക്ക് ചെയ്ത് അതിലേക്ക് ഈ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നതിലും, അത് മാത്രമല്ല ഇങ്ങനെ കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് ഒരുപാട് പേര് കമൻസ് ഇട്ടതിലും ഒരു കൂട്ടി വായിച്ച് നോക്ക്. പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ, ഞാനത് മുന്നത്തെ വീഡിയോ പറഞ്ഞു, ഡിവോഴ്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പ്രഗ്നൻ്റ് ആണ്, 9 ആഴ്ചയായി എന്നും പറഞ്ഞ് ഒരു ഫോട്ടോ പങ്കുവെച്ചാൽ ഉടനെ അതിനകത്ത് ആരും വന്ന് കൺഗ്രാജുലേഷൻസ് പറയില്ല. എല്ലാവരും അതിശയത്തോടെ ഇതെപ്പോൾ കല്യാണം കഴിഞ്ഞായിരുന്നോ എന്നേ ചോദിക്കൂ. പക്ഷേ സജിനെ അറിയുന്നവരും സജിനയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ വന്ന് ഇതിനകത്ത് കമൻസ് ഇട്ടിട്ടുള്ളത് കൺഗ്രാജുലേഷൻസാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയാം, ഈ വിവരത്തെക്കുറിച്ചിട്ട് അറിയാവുന്നത് പോലെയാണ് അവരൊക്കെ കമൻസ് ഇട്ടിട്ടുള്ളത്. അപ്പം തന്നെ ഞാൻ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കമൻസ് ആണ് ആദ്യം നോക്കിയത്. അപ്പോൾ അതിനകത്ത് സജിന അറിയുന്നവരാരും കല്യാണം കഴിഞ്ഞായിരുന്നു അല്ലെ ഇത് എപ്പോൾ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്ന് ആരും ചോദിച്ചിട്ടില്ല. എല്ലാവരും അതിനകത്ത് കൺഗ്രാജുലേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങളൊക്കെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് അയ്യോ ഇതിന് മുന്നേ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ എന്നൊക്കെയാണ് ചിന്തിച്ചത്. അങ്ങനെ അറിയുന്നവർ പോലും സജിനയുടെ ചിന്തിച്ചിട്ടില്ല, ഒരു കമൻസ് ഇട്ടിട്ടില്ല. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇട്ട് നിമിഷങ്ങൾക്കുള്ളിലല്ല. ഇപ്പം ഈ ഒരു പോസ്റ്റ് ഇട്ട് ഹാക്ക് ചെയ്താന്ന് വെക്കാം. ഒരുപാട് പേര് സജിനയുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, സജിന അറിയുന്നവർ അതിനകത്ത് വന്ന് കമൻസ് ഇട്ടിട്ടുണ്ട് കൺഗ്രാജുലേഷൻസ്. അപ്പം തന്നെ സജിന അറിയിക്കുമല്ലോ, സജിനെ വിളിക്കും. അത്യാവശ്യം കോണ്ടാക്റ്റ് ഉള്ളവരാണെങ്കിൽ വിളിക്കും. ആ സമയത്തെങ്കിലും എന്തെങ്കിലും ചെയ്യാം. അപ്പോഴും ചെയ്തിട്ടില്ല. ആ സമയത്ത് അതിൽ കയറാൻ പറ്റിയില്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരാളുടെ ഐഡിയിൽ നിന്നും, ഫ്രണ്ട്സ് ആയിട്ടുള്ളയോ ആരുടെയെങ്കിലും ഒരു ഐഡിയിൽ നിന്നും വന്നിട്ട് ഒരു ഇൻഫർമേഷൻ തരാം. എൻ്റെ ID ഹാക്ക് ചെയ്യപ്പെട്ടു, ഞാനല്ല അത് ഉപയോഗിക്കുന്നത്, എൻ്റെ ID റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ തരാം. അതും സജിന തന്നിട്ടില്ല. ഏറ്റവും അടുത്ത കൂടെ വർക്ക് ചെയ്യുന്ന ആരുടെ ഫോണിൽ, കാരണം പബ്ലിക്കിലേക്ക് സെലിബ്രിറ്റികളുടെ ആകുമ്പം പബ്ലിക്കിലേക്ക് പെട്ടെന്ന് എത്തും. അങ്ങനെ ഒരു വീഡിയോയും സജിന ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതും വിവാദമായപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ഈ വീഡിയോ ചെയ്തവർക്കെതിരെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഈ എല്ലാം ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്ത ആൾക്കാരെ എതിർത്ത് സംസാരിക്കുന്നവരെയും കമൻസ് ഇടുന്നവരുടെ മണ്ടക്ക് കയറുന്നത് സ്ഥിരം പരിപാടിയാണ്. എന്തായാലും പുറത്തു വരുന്ന ന്യൂസുകൾ ഇതൊന്നുമല്ല. ഈ ഒരു ഗർഭവും വെച്ചിട്ട് വില പേശിയെന്നും അങ്ങനെ സംസാരമുണ്ടായി. ആ ഒരു ഗർഭം കാണിച്ചിട്ട് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 കോടി രൂപ വേണമെന്നും ഒക്കെ പറഞ്ഞു എന്നൊക്കെയാണ് പലരും പറയുന്നത്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഈ നുണകൾ വന്നിങ്ങനെ പറഞ്ഞ് തള്ളി മറിച്ച് കഴിഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങും എന്ന് വിചാരിക്കണ്ട.
ചിലരുടെയൊക്കെ വിചാരം ഭയങ്കര ബുദ്ധിമാന്മാരാണ്, അവർക്ക് ഭയങ്കര ബുദ്ധിയാണ്, ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണ് എന്നാണ് ഇവരെ പോലെയുള്ള ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം എന്തായാലും ഈ AI-യും ഈ ഹാക്കിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് പലതും അവരുടെ മണ്ടയ്ക്ക് വെച്ച് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.